ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സ്വയം സന്തോഷമായിരിക്കും വിശ്വസിക്കുന്ന അധികാരം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില കൊണ്ടൊരു പിക്കിളാണ്. അപ്പം നിങ്ങൾ കാര്യമായിട്ടൊന്ന് വീഡിയോ കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇത്ര നാൾ മുന്നോട്ട് പോയത്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നന്നായി സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതായത് കറിവേപ്പില നമ്മളിവിടെ നന്നായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാളംപുളി നമ്മൾ കുരുവൊക്കെ നീക്കിയിട്ട് 30 ഗ്രാം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കറിവേപ്പില പിക്കിളായിരുന്നത് ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഒരു പാൻ വെച്ചിട്ടുള്ളതിലേക്ക് നമ്മൾ സ്വല്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ചൂടായി വരട്ടെ. നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ ഉലുവ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കടലപ്പരിപ്പ് നമ്മൾ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കളറ് മാറി വരണം. കളറ് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പില കറിവേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം കളഞ്ഞ് ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. ഒരു കാര്യം ചേർക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. കുറച്ച് വെളുത്തുള്ളി ഒരു 10-20-30 എണ്ണം നമ്മൾ തൊലി കളഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. ഈ കറിവേപ്പിലൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 3 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാന്ന്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ ഒരു പച്ചകുത്തുമ്പോൾ നന്നായിട്ടൊന്ന് ഈ മസാലയുടെ മാറുന്ന വരെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് ആക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വാളംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളത് ഇതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുക. അരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേ പരുവത്തിൽ നമുക്ക് മിക്സിയിൽ അരച്ചിരിക്കുമ്പോൾ പുളിവെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒരു 100 ഗ്രാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വല്പം കടുക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് 1 സ്പൂൺ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് 10-20 വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് 3-4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി നന്നായിട്ട് ചേർത്തൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ചത് കറിവേപ്പിലയും പുളിവെള്ളമൊക്കെ ചേർത്തുള്ള അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ആവശ്യത്തിൻ്റെ ഉപ്പ് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ ചേർത്താൽ മതി, അധികം ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് 3-4 സ്പൂൺ ശർക്കര നന്നായി ചെറുതാക്കിയത് ഇങ്ങനെ കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം നമ്മൾ ഇതിലേക്ക് 3-4 സ്പൂൺ വിനീഗർ ഒന്ന് ചേർത്ത് കൊടുക്കുക. പുളിയും ഈ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവും. കറിവേപ്പില അച്ചാറൊന്ന് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.